നമസ്കാരം, ഞാൻ ഡോക്ടർ നീത, കിംസ് ഹെൽത്തിലെ PMR വിഭാഗത്തിലെ കൺസൾട്ടൻ്റ് ആൻഡ് കോർഡിനേറ്ററാണ്. നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് ഒരു സൈലൻ്റ് എപ്പിഡമിക്കിനെ കുറിച്ചാണ്. അതായത് മുതിർന്നവരിലുള്ള വീഴ്ചകൾ, ഫാൾസ് ഇൻ എൽഡർലി. ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ മുതിർന്നവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും മിക്കവാറും മുതിർന്നവർ കാണും. പലപ്പോഴും ഇവർ ഒറ്റയ്ക്കുമാണ്. അപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചാൽ സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയുന്നത് എൽഡർലി ആവുമ്പോൾ ഒരു ചെറിയ വീഴ്ചകൾ തന്നെയും അവരുടെ എല്ലുകൾക്ക് ബലം അത്രയും കാണില്ല, പൊട്ടലുകളിലേക്ക് പോവാം. അതുപോലെ തന്നെ ബ്രെയിനിൽ ഹെമറേജ്, സബ്ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് പോവാം. വീണ് അവർ അപ്പോൾ തന്നെ എണീക്കുമായിരിക്കും. ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. എല്ല് പൊട്ടിയാൽ എല്ലാം ഒട്ടിക്കൂടൂലേ? പിന്നെ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയുണ്ടോ? എന്നാൽ എൽഡർലിയിൽ അങ്ങനെയല്ല. ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ, ഒന്ന് കിടപ്പിലായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ, തിരിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് വരാൻ അവർക്ക് ഒരുപാട് സമയമെടുക്കും. ചിലർക്ക് അതൊരു ജീവിതാന്ത്യം വരെ ആകാം. അതിനാൽ തന്നെ നമുക്ക് ഫാൾസ് പ്രിവെൻറ്റ് ചെയ്യുക, എൽഡർലിയുടെ ഫാൾസ് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും മിക്കവാറും ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഷുഗർ നോക്കുന്നുണ്ടാവും, കൊളസ്ട്രോൾ നോക്കുന്നുണ്ടാവും, HB നോക്കുന്നുണ്ടാവും. അതുപോലെ എൽഡർലിയിൽ നോക്കേണ്ട ഒരു കാര്യമാണ് ഫാൾ റിസ്ക്. ഒരു മുതിർന്ന വ്യക്തിക്ക് വീഴ്ചകൾ വരാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ്. ഇത് അസസ് ചെയ്യേണ്ടത് റീഹാബിലിറ്റേഷനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ജിറിയാട്രിക് മെഡിസിനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെയോ സേവനത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളൊരു ഫാൾ റിസ്ക് അസസ് ചെയ്താൽ ആർക്കാണ് ഈ വീഴ്ചകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരുപാട് പല പ്രായമായവരും ഒരുപാട് മരുന്നുകൾ ഇന്ന് കഴിക്കുന്നുണ്ട്. അതായത് പോളിഫാർമസി എന്ന് പറയും. പല മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. അതുപോലെ സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ കാണാം, പാർക്കിൻസൺസ് കാണാം, ഓർമ്മക്കുറവ്, നമുക്ക് ബാലൻസിൻ്റെ ഇഷ്യൂസ് വരാം, വിഷൻ്റെ പ്രശ്നങ്ങൾ കാണാം. ഇങ്ങനെയൊക്കെ ഉള്ള എൽഡർലികളിൽ വീഴ്ചയ്ക്കുള്ള സാധ്യതകൾ എപ്പോഴും ഹൈ ആണ്. പിന്നെ ഒരു പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിൽ പിന്നെ വീഴാനുള്ള സാധ്യതകൾ എപ്പോഴും ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഴ്ചകൾ വരാനുള്ള സാധ്യതകൾ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഒന്ന് മെഡിക്കൽ പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നമ്മൾ റിസ്ക് അസസ് ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വീണ് എല്ല് പൊട്ടിയിട്ടല്ല റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വൈകല്യത്തിനെ അല്ലെങ്കിൽ ഡിസബിലിറ്റീനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു വീഴ്ചയിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അപ്പം എന്ത് കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആ ഫാൾസ് വരാനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ബെറ്റർ ആക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചികിത്സകൾ കൊടുക്കുന്നത്. ചിലപ്പോൾ അത് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സെൻസേഷൻസ്, നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള നമ്മൾ തിരിച്ചറിയുന്ന സെൻസേഷൻസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ കാല് വെക്കുന്ന എവിടെയെന്ന് അറിയാത്തതായിരിക്കും, പ്രൊപ്രിയോസെപ്ഷൻ്റെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ബലക്കുറവായിരിക്കും, ചിലപ്പോൾ മാംസപേശികളുടെ ബലക്കുറവായിരിക്കും, ചിലപ്പോൾ ഓർമ്മക്കുറവാകും. അപ്പോൾ ഇത് എന്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചികിത്സാ രീതികളാണ് റീഹാബിലിറ്റേഷനിലൂടെ നമ്മൾ ഫാൾസ് പ്രിവെൻഷനായി നൽകുന്നത്. ഇനി ഇത് മാത്രമല്ല, നമുക്കൊരു ഫാൾ റിസ്ക് ഹൈ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അങ്ങനെയുള്ള ചെറിയ അഡാപ്റ്റേഷൻസ്, എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ് ആൻഡ് അഡാപ്റ്റേഷൻസ് വരുത്തുന്നത് കൂടി നമുക്ക് മുതിർന്നവരിലെ നല്ലൊരു ശതമാനം ഫാൾസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഴുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്നത് ഒരു വയസ്സായ ആളുടെ ഒരു നോർമൽ പ്രക്രിയ അല്ല. അത് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന കുറച്ച് വാർണിംഗ് സിഗ്നൽസ് ആണ്. അത് മനസ്സിലാക്കുകയും ഒരു വീഴ്ചയിലേക്ക് നയിക്കാണ്ട് നമ്മുടെ എൽഡർലീനെ, മുതിർന്നവരെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.